എന്റെ കയ്യിൽ തന്നെ സോപ്പിടണ്ട. ഇവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, ലിസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ സാധനം വാങ്ങാനുള്ള. എന്റെ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാണോ? താങ്ക് യു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. ആ മാളൂസ് ഭയങ്കര ഗ്രാൻഡ് ഷോപ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കണ്ട, അവർക്ക് എന്തൊക്കെയോ വാങ്ങാനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങള് ലുലുവില് ഹൈപ്പറിലാണ് പോകുന്നത്. അതെ, എപ്പോഴും പോയി സ്വന്തം പോലെ ഇപ്പൊ. അതെ, ഞങ്ങൾ എവിടെയൊക്കെ പോയാലും മാളു പറയും ലുലു പോണം ലാസ്റ്റ്, എന്നാലാണ് ആ ഒരു ട്രിപ്പ് ഫിനിഷ് ആവും. സാധാരണ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കും. അപ്പൊ ഇന്ന് എന്തായാലും കുറച്ചധികം വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഞാൻ കരുതി അതൊരു വ്ളോഗായിട്ട് അങ്ങ് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി, മാളുവിനും ഭയങ്കര ഇഷ്ടമാണ്. മുഖിക്കാൻ വലിയ താല്പര്യമില്ല. ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണെങ്കിൽ ഒന്നും വലിയ താല്പര്യമില്ല, എല്ലാം പെട്ടെന്ന് തീർക്കണം. അത് പിന്നെ അങ്ങനെയാണ്. അതെ, പക്ഷെ എനിക്ക് മാളൂനൊക്കെ എന്ന് പറഞ്ഞാല് ഇനി വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണെങ്കിലും അത് ഹൈപ്പറിന്, ഇപ്പൊ ലുലുവിലെ ഹൈപ്പറിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അത് വാങ്ങിക്കാൻ പോവാന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കരുതി വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കൊണ്ടുപോവാന്ന് കരുതി. അങ്ങനെ ഇഷ്ടമുള്ളവര് എന്റെ കൂടെ പോന്നോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങള് ലുലുവിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങൾ ആക്ച്വലി രാവിലെ തന്നെ വന്നതാണ് കേട്ടോ. ഇപ്പൊ 11 മണി ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയല്ല, പിന്നെ അപ്പൊ 5 മണിക്ക് ലുലു തുറക്കണ്ടേ. അപ്പൊ എന്താന്ന് വെച്ചാല് വൈകുന്നേരം വന്നാ ഒന്നും നമുക്ക് സമാധാനത്തിൽ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം നല്ല തിരക്കായിരിക്കും വൈകുന്നേരമൊക്കെ. ഹൈപ്പറിൽ എന്നും സാധനം വാങ്ങിക്കാൻ ആൾക്കാർ വരികയാണ് തോന്നുന്നു. അപ്പൊ ഞാൻ കരുതി രാവിലെ വരാം. രാവിലെ ഒരു 10 മണി, എന്നാലും വൈകുന്നേരത്തെ അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പൊ രാവിലെ ഒരു 10 മണിക്ക് ഇവിടെ എത്തണം എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ 11 മണി കഴിഞ്ഞു. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയപ്പോഴേക്കും അവിടെ എൻട്രൻസിൽ തന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മാളൂട്ടി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഇന്ന് നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനും മാളൂട്ടിയും ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് ഓരോന്ന് കണ്ടിട്ട് അവൾ അവിടെ സ്റ്റക്കാവും, പിന്നെയും വരും എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഹൈപ്പറിൻ്റെ ഉള്ളിലേക്ക് കയറി. തുടങ്ങാം, പല്ല് തേച്ചല്ലേ തുടങ്ങാം. ആ മറ്റോള് ലിസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ സാധനം വാങ്ങാനുള്ള. ഇന്ന് ഇവിടെ അടി നടക്കും. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. പാത്രം കഴുകാനുള്ളത് വാങ്ങിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡപ്പയിൽ ചാർക്കോൾ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ. നമുക്ക് പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങൾ കഴുകാൻ കരി വെച്ചിട്ട് കഴുകുമല്ലോ. അപ്പോൾ അതൊക്കെ പണ്ട് ഷോപ്പിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ അതും ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനി ഞാൻ അറിയാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ, പക്ഷേ ഞാനിപ്പോഴാണ് കാണുന്നത്. പിന്നെ മാളൂട്ടിയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അവൾ അവളുടേതായ കാര്യങ്ങൾ അവൾക്ക് വേണ്ടതൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് എന്തായാലും ഞങ്ങൾ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള ക്ലീനിങ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്താ വരുത്തി പോയിട്ട് ഒന്നെടുക്കാൻ നോക്കിയാ ഫുള്ള് 2 ഉള്ളൂ. ഏതാ വേണ്ട എനിക്ക്? എനിക്കൊരു പീനട്ട് ബട്ടർ ഷാനു. ഇതൊക്കെ എൻ്റെ ഐറ്റംസ് ആട്ടോ. സ്ഥലോ സാറില്ല. ഇവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്, കണ്ട സാധനങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. ഉള്ളിൽ കൂടെ പോയി എടുക്കുന്നുണ്ട് അവള്. അതതിൻ്റെ ഉള്ളിൽ അതെ പൊരിക്കുന്ന ഭയങ്കര പപ്പടം പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാകും. അരിയുണ്ട്, അരികൾ അവിടെയാണ്. അതാ എനിക്കിഷ്ടം, കുഞ്ഞത്. പിന്നെ ഞങ്ങൾ പത്തിരിപ്പൊടി, പുട്ടുപൊടി, അതുപോലെ കുറച്ച് കടല, പയർ, മുളക് പൊടി അങ്ങനത്തെയൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ലൂസായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് തരുന്നിടത്തു നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. റെഡിമെയ്ഡായിട്ട് പാക്ക് ചെയ്ത് വെച്ചെടുത്തുനിന്ന് എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആദ്യം അവൾ പറയും കുരുമുളക് പൊടിന്ന്, ഞാൻ പറഞ്ഞ അല്ല, ഇത് ഗരം മസാലയാണ്. ഇതാര് തന്നു? ഓ, ഇത് നിനക്കാ? നോ നോ, ഐ സെഡ് നോ.
നോ, എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ തന്നെ സോപ്പിടണ്ട. പിന്നെ ഞാൻ പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തന്നെ സ്വന്തം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് മൂവിയൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കി കഴിക്കാമല്ലോ. മഷ്റൂമോ? ഏത് മഷ്റൂം? അത് ഭയങ്കര കുറെ കാലത്ത് ആഗ്രഹം മഷ്റൂം കഴിക്കുന്നുണ്ടായി കൊടുക്കണം. ബ്രക്കോളി എന്താ വേണ്ട മോള്? നല്ല സ്ട്രോബെറി വന്നിട്ടുണ്ട് ഗൈസ്. സ്ട്രോബെറി നല്ലതാണ്. നോക്ക് ഗൈസ്, ഇതൊക്കെ വാങ്ങിട്ട് നീ കഴിക്കോ? എന്ത് സാൻഡ്വിച്ച് കഴിച്ചാ മതി. രാവിലെ ആളില്ലാന്നല്ലേ നീ പറഞ്ഞേ? നോക്ക് ഗൈസ്, ഇതാണ് സ്ഥിതി ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഓവർ തിരക്കില്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ ആ ടൈമിലും. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ച് സ്പീഡായിട്ട് എടുക്കാൻ തുടങ്ങി. അതാ അതിൻ്റെ അപ്പുറത്തേക്ക് അവളെ സാധനമാണ്. അതാണ് ഗൈസ് ഇങ്ങനെ കൈ വെച്ചിരിക്കണേ. ഇതൊക്കെ ഒരു മാസത്തേക്കുള്ള സാധനം കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് അവിടുന്ന് തിരിച്ചു പോന്നു. യെസ്, അപ്പൊ ഞങ്ങളെ ഒരു ഗ്രേറ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. കടയുന്ന വിശന്നിട്ടാ തോന്നണം. അല്ല, ഒരു നേരത്തെ ഫുഡ് വാങ്ങി തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ജോസിന് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചാ. പക്ഷെ ഞങ്ങള് 1 month ചിലപ്പോ അതിന് മുകളിൽ നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പർച്ചേസ് ആണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ ഒരു 1 week 2 weekനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു കുറച്ചധികം 1 monthന് മുകളിലേക്കുള്ള അത്രയും നിൽക്കുന്ന അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അത്രയും ദിവസം നമ്മളൊന്ന് വാങ്ങിക്കണ്ടല്ലോ. ഒരു കാര്യം കൂടി ഉണ്ട്, ഈ കൂടുതൽ സാധനം വാങ്ങുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത് വാങ്ങാന്നുള്ളൊരു മൈൻഡ് വരും. അങ്ങനെയൊന്നുമില്ല, നമ്മൾ എങ്ങനെ മത്സരിച്ചാലും ഇതൊന്നും തീരാൻ പോകുന്നില്ല. കാരണം ഞങ്ങള് വീട്ടിൽ അത്രേ കുക്ക് ചെയ്യാറുള്ളൂ, കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. എല്ലാരും അത്രേ കഴിക്കുള്ളൂ. അതെ, അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ഓക്കെ, മാളൂട്ടിന്റെ സൗണ്ട് കേൾക്കാത്ത എന്താ വെച്ചാൽ ചോക്ലേറ്റ് കഴിക്കാണ്ടിരുന്നിട്ട് അവസാനം വാങ്ങിക്കൊടുത്തു. പാവല്ലേ നീ വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ലഞ്ചും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. യെസ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി എല്ലാം ഞങ്ങളൊന്ന് എടുത്തു വെക്കട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഷോപ്പിങ്ങിന് പോകുന്ന പോലെ തന്നെ എനിക്ക് മാളൂട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രീസറിലേക്ക് വെക്കേണ്ടതൊക്കെ അതിലേക്ക് വെക്കാം. ബാക്കി നമുക്ക് ഇനി ബോട്ടിലൊക്കെ ആക്കി വെക്കാം. എന്റെ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാണോ? താങ്ക് യു. അതാ കൊണ്ടുപോയി. ഈ ബോട്ടിലുകളിലാണ് ഞാൻ സാധാരണ എപ്പോഴും എടുക്കാനുള്ള മസാലകൾ, അതുപോലെ നമ്മൾ ജീരകം, കടുക് അങ്ങനെ എല്ലാം ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ അതിലുള്ളത് എല്ലാം ഒന്നും തീർന്നിട്ടില്ല. അപ്പോൾ തീരുന്ന സമയത്ത് ഇടാമെന്ന് കരുതിയിട്ട് ഒരു ബോട്ടിലിൽ ഞാൻ ആ പാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇട്ട് വെക്കേണ്ട ബോട്ടിൽസ് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം ബോട്ടിൽസ് ഉള്ളതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി വീഡിയോ വൈൻഡ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ മറന്നുപോയ കുറച്ച് സാധനങ്ങളൊന്നും പുതിയ ലിസ്റ്റ് എഴുതണം. ഇതുവരെ എഴുതിയതൊക്കെ വാങ്ങിച്ചു. മാസത്തേക്ക് എഴുത്തില്ല. യെസ്,
അപ്പം ബൈ. ബൈ.